ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാൻ വേണ്ടി ഏജൻസിയിലേക്ക് വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ലേ? ഇനി എങ്ങനെയെങ്കിലും ബുക്കിംഗ് നടന്നാൽ തന്നെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വണ്ടി വീട്ടിലെത്തുന്നില്ല. ഏജൻസിയിൽ നേരിട്ട് ചെന്ന് ചോദിച്ചാൽ ലോഡ് വരാൻ വൈകുന്നു എന്ന സ്ഥിരം പല്ലവി. പോരാത്തതിന് ഇറാൻ ഇസ്രായേൽ യുദ്ധം കാരണം കപ്പൽ വരുന്നില്ല എന്നൊക്കെയാവും പുതിയ ന്യായങ്ങൾ. സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ച് അടുക്കളയിലെ കാര്യം മുടങ്ങുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ 2026 നിൽക്കുന്ന നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ പഴയ പോലെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഫോൺ എടുക്കാത്ത ഏജൻസികൾക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും? അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പറഞ്ഞ് ഡെലിവറി വൈകിപ്പിക്കാൻ ഏജൻസികൾക്ക് അധികാരമുണ്ടോ? ഗ്യാസ് വൈകിയാൽ എവിടെ പരാതി പറയണം? ഇന്ന് ഇതാണ് ജനഹിതത്തിൽ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഭാരത് ഗ്യാസ് ആയാലും ഇന്ത്യൻ ആയാലും HP ആയാലും എല്ലാം ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഏജൻസിയിലെ ഫോൺ കോളിനെ മാത്രം ആശ്രയിക്കേണ്ട കാലം കഴിഞ്ഞു. വാട്സപ്പ് വഴിയും ആപ്പുകൾ വഴിയും ഇപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ ബുക്കിംഗ് നടക്കും. സാധാരണഗതിയിൽ ബുക്ക് ചെയ്ത് 48 മണിക്കൂറിനുള്ളിൽ സിലിണ്ടർ വീട്ടിലെത്തണം എന്നാണ് നിയമം. എന്നാൽ പലപ്പോഴും ഇത് 4-5 ദിവസം വരെ നീളാറുണ്ട്. ചിലപ്പോൾ ആഴ്ചകൾ എടുക്കും. അന്താരാഷ്ട്ര തലത്തിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ക്രൂഡ് ഓയിൽ വിലയെയും ഗ്യാസ് ഇറക്കുമതിയും ബാധിക്കാറുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ ഇത് പറഞ്ഞത് പ്രാദേശികമായി സിലിണ്ടർ പൂഴ്ത്തിവെക്കാനോ വിതരണം ബോധപൂർവ്വം വൈകിപ്പിക്കാനോ ഏജൻസികൾക്ക് കഴിയില്ല. കമ്പനികൾക്ക് കൃത്യമായ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ഉപഭോക്താക്കളിൽ എത്തിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ആദ്യത്തെ കാര്യം, നിങ്ങൾ സിലിണ്ടർ ബുക്ക് ചെയ്ത ഉടനെ കിട്ടുന്ന ആ മെസ്സേജ് ശ്രദ്ധിക്കുക എന്നതാണ്. അതിൽ ബുക്കിംഗ് നമ്പറും തീയതിയും ഉണ്ടാകും. 48 മണിക്കൂർ കഴിഞ്ഞിട്ടും വണ്ടി വന്നില്ലെങ്കിൽ ആദ്യം നിങ്ങളുടെ ഏജൻസിയിൽ തന്നെ നേരിട്ട് വിളിക്കുക. അവിടെ കൃത്യമായി മറുപടി കിട്ടുന്നില്ലെങ്കിൽ ഉടനെ തന്നെ കമ്പനിയുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാം. 1800-233-555. ഇതാണ് എല്ലാ ഗ്യാസ് കമ്പനികൾക്കും വേണ്ടിയുള്ള പൊതുവായ ഹെൽപ്പ് ലൈൻ നമ്പർ. ഇവിടെ പരാതി രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കംപ്ലൈന്റ് നമ്പർ ലഭിക്കും. അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ കാരണം ലോഡ് ഇല്ല എന്ന് ഏജൻസി പറഞ്ഞത് ശരിയാണോ എന്ന് ഈ ഹെൽപ്പ് ലൈൻ വഴി നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. മറ്റൊരു പ്രധാന കാര്യം, മൊബൈൽ ആപ്പുകൾ ഉപയോഗിക്കുക എന്നതാണ്. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ഇന്ത്യൻ ഓയിൽ 1 ആപ്പും ഭാരത് ഗ്യാസ് ഉപഭോക്താക്കൾക്ക് ഹലോ BPCL ആപ്പും ഉപയോഗിക്കാം. ഇതിലൂടെ പരാതി നൽകിയാൽ കമ്പനിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ അത് കാണും. ഏജൻസികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ ഇത് സഹായിക്കും. പലരും പരാതിപ്പെടാൻ മടിക്കുന്നത് കൊണ്ടാണ് ഏജൻസികൾ ഇത് ആവർത്തിക്കുന്നത്. നിങ്ങൾ പരാതി നൽകുമ്പോൾ ആ ഏജൻസിയുടെ സർവീസ് റേറ്റിംഗിനെ അത് ബാധിക്കും. അത് അവർക്ക് വലിയ തലവേദനയാണ്. അതുകൊണ്ട് തന്നെ പരാതി നൽകിയാൽ പെട്ടെന്ന് സിലിണ്ടർ എത്താൻ സാധ്യത കൂടുതലാണ്. ഇനി ഗ്യാസ് വിതരണക്കാരൻ പണം കൂടുതൽ ചോദിക്കുന്ന അവസ്ഥയുണ്ടോ? സിലിണ്ടറിന് കമ്പനി നിശ്ചയിച്ച തുകയേക്കാൾ 1 രൂപ പോലും അധികം നൽകേണ്ടതില്ല. യുദ്ധം കാരണം വില കൂടി എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും അധികം പണം ചോദിച്ചാൽ വിശ്വസിക്കരുത്. ഗ്യാസ് വില കൂടുന്നുണ്ടെങ്കിൽ അത് ഔദ്യോഗികമായി കമ്പനി അറിയിക്കും. ഡെലിവറി ചാർജ് എന്ന പേരിൽ പണം ചോദിച്ചാൽ അത് നൽകാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. ഇതിനെതിരെയും നിങ്ങൾക്ക് പരാതി നൽകാം. ബില്ലിൽ കാണിച്ചിരിക്കുന്ന തുക മാത്രം നൽകുക. കൂടുതൽ പണം ചോദിച്ചാൽ അവരുടെ പേരും വണ്ടി നമ്പറും സഹിതം ഏജൻസിയിൽ അറിയിക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സിലിണ്ടറിന്റെ തൂക്കമാണ്. വീട്ടിൽ സിലിണ്ടർ എത്തുമ്പോൾ അത് തൂക്കി നോക്കാൻ നമുക്ക് അവകാശമുണ്ട്. എല്ലാ ഡെലിവറി വണ്ടിയിലും തൂക്കം നോക്കാനുള്ള മെഷീൻ ഉണ്ടാകണം എന്നാണ് നിയമം. അതിൽ കുറവുണ്ടെങ്കിൽ സിലിണ്ടർ തിരികെ അയക്കാം. അതുപോലെ സീൽ കൃത്യമാണോ എന്ന് പരിശോധിക്കണം. 2026 പുതിയ നിയമങ്ങൾ അനുസരിച്ച് ഉപഭോക്താക്കളുടെ പരാതികളിൽ 24 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകാൻ കമ്പനികൾ ബാധ്യസ്ഥരാണ്. ഇല്ലെങ്കിൽ ഇവർ പിഴ ഒടുക്കേണ്ടി വരും. ഗ്യാസ് ഏജൻസി മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അത് വളരെ എളുപ്പമാണ്. ഒരു ഏജൻസിയുടെ സേവനം മോശമാണെന്ന് തോന്നിയാൽ ഓൺലൈൻ വഴി തന്നെ മറ്റൊരു ഏജൻസിയിലേക്ക് മാറാൻ സാധിക്കും. ഇതിനെ പോർട്ടബിലിറ്റി എന്നാണ് പറയുന്നത്. യുദ്ധത്തിന്റെ പേര് പറഞ്ഞും ലോഡിന്റെ പേര് പറഞ്ഞും നിങ്ങളെ കബളിപ്പിക്കുന്ന ഏജൻസിയെ മാറ്റാൻ മടിക്കേണ്ടതില്ല. നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുക എന്നതാണ് പ്രധാനം. അടുത്ത തവണ ഗ്യാസ് വൈകിയാൽ വെറുതെ കാത്തിരിക്കരുത്. ഉടൻ തന്നെ മുകളിൽ പറഞ്ഞ മാർഗങ്ങളിലൂടെ പരാതിപ്പെടുക. ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ പരാതികൾക്ക് വലിയ വിലയുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. കാരണം പലരും ഇത്തരം നിയമങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവരാണ്. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ജനഹിതം ചാനൽ ഫോളോ ചെയ്യുക. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കും ഔദ്യോഗിക മാറ്റങ്ങൾക്കും നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയുമായോ അതത് കമ്പനികളുടെ വെബ്സൈറ്റുമായോ ബന്ധപ്പെടുക. വിപണിയിലെ മാറ്റങ്ങളും നിയമങ്ങളും കൃത്യമായി മനസ്സിലാക്കി മാത്രം തീരുമാനങ്ങൾ എടുക്കുക.